പഴയ ഇരുമ്പ് താരം പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ? ചേച്ചി ചേച്ചി, പഴയ ഇരുമ്പ് തകരം പ്ലാസ്റ്റിക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ചേച്ചി, പഴയ ഇരുമ്പ് താരം പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ? ഇരുമ്പ് താരം പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ? ഇരുമ്പ് താരം പ്ലാസ്റ്റിക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാന് നൂറ് അന്റപ്പം പറ്റിയ നൂറ് ഇതിപ്പോ പഠിച്ച 100 ആ നൂറുദ്ദീനാ മണ്ടപ്പോ 100 മൊന്തപ്പോ കുത്തുണ്ട് ഈ സൈഡായിക്ക നോക്ക് ഏതാ എന്താ എന്താതിന് അതെ ഞാനോ? ഹലോ ഇതെന്താ കള്ളു വെച്ചിക്കണോ? കള്ള കുത്തിന് കള്ള കുത്തിന് അതാ ഇത് എന്താ? അപ്പൊ എന്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നല്ലേ? എന്റെ ഉണ്ണിക്കുട്ടൻ ആദ്യോ? ഉണ്ണിക്കുട്ടന്റെ പേരിപ്പോ പാമ്പുണ്ണിക്കുട്ടനാടാ. പാമ്പുണ്ണിക്കുട്ടനോ? അനക്കിപ്പോ എന്താ പരിപാടി? എനിക്കോ? ഞാൻ വീടില്ലോ? ആ എന്റെ ഉപ്പാക്ക് ഹോട്ടൽ പണിയാണേ. ഞാൻ പീടിയിൽ നിക്കലോ. അതുപോലെ എന്റെ പള്ളൊക്കെ ഇങ്ങനെ പഴയ ബാക്കിയൊക്കെ തിന്നുണ്ടാവൂല്ലേ നൂറെ? ഓക്കെ നല്ല തിന്നാൻ കിട്ടും അതാ പീടിയില്. എന്നിട്ട് ഇപ്പൊ പീടിയൊന്നുമില്ല നൂറെ? ഇപ്പൊ നോമ്പല്ലേ? നോമ്പായ പീജ അയച്ചിക്കണ്. ഇപ്പൊ തിന്നാനൊന്നും കിട്ടില്ലേ? എന്റെ അടുത്താണെങ്കിൽ 10 പൈസ ഇല്ല. അതല്ല അനക്ക് ഇങ്ങനെ ഇരുമ്പ് ഒക്കെ ഇട്ടാ നല്ല പൈസ കിട്ടുമോ? എനിക്ക് ഇരുമ്പ് തകരം കിട്ടാൻ വൈകുന്നേരം 1000-1500 കിട്ടോളാം. 1500 അപ്പൊ എനിക്ക് നല്ല പൈസ ഉണ്ടാവുമല്ലോ. എന്ത് പൈസ നൂറെ? വൈകുന്നേരമായ ബാറിൽ പോയിട്ട് ഇതല്ലേ പരിപാടിന്റെ നൂറെ. ഓ കുട്ടിയുടെ പൈസ ഒക്കെ മുഴുവൻ കള്ളു കുടിച്ചല്ലേ? അപ്പൊ ഇത് കള്ളു കുടിയാനാ? ഞാൻ പാമ്പ് കള്ളുടിയാ. കള്ളൂരിനെ പറ്റിക്കാം. നല്ല ഐഡിയ എന്താടാ നൂറെ ആലോചിക്കണ? അതൊന്നുമില്ല. പിന്നെ എനിക്ക് ഞാന് കുറച്ച് ഇരുമ്പ് തന്നാലോ? അന്റെ അടുത്ത് എവിടുന്ന നൂറ് ഇരുമ്പൊക്കെ? എന്റെ അടുത്ത് കൊറേ ഇരുമ്പുണ്ട്. ആ എത്ര ഇരുമ്പിന് കിലോന്? ഈ മന്ദപ്പന്റെ അടുത്ത് കുറച്ച് ഇരുമ്പുണ്ട്. എന്തെങ്കിലും ചില്ലറ പറ്റിക്കാം. നൂറെ അന്റെ അടുത്ത് ഇപ്പൊ എത്ര ഇരുമ്പുണ്ട്? എന്റെ അടുത്ത് ഒരു 10-250 കിലോ ഉണ്ടാവും. 250 കിലോനോ? നൂറെ കളിക്കരുത് പാമ്പ് ഉണ്ണിനോട്. ഇല്ല 250 കിലോ ഇരുമ്പുണ്ട്. ഉണ്ടോ? ഈ പൊട്ടന്റെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണല്ലോ നൂറെ. ഈ എത്ര ഉദ്ദേശിക്കണ പൈന്? എനിക്കൊരു 1000 ഉറുപ്പിക. 1000? 1000 തട്ടിയെടുത്താല് ഒരു കൊല്ലം ബാറിനടിച്ച് പൊളിച്ച് ജീവിക്കാം. എന്താണ് ആലോചന? അത് ഞാൻ വേറെ കാര്യമാണ് നൂറെ. ഒരു 500 തെറ്റണം നൂറെ. 500 പറ്റൂല, 1000 വേണം. എന്താ നൂറെ? ഞാൻ 1000 തരില്ല. നൂറെ ഞാൻ എന്റെ ഉണ്ണിക്കൂട്ടുന്ന 1000 പറ്റൂല. സമ്മതിച്ചു. സാധനം എവിടെ ഉള്ളത്? സാധനമൊക്കെ അവിടെ ഒരു സ്ഥലത്ത് ഒക്കെ ഞാൻ കണ്ടു വെച്ചിരുന്നു. ഉണ്ണിക്കൂട്ടന് പറ്റിക്കൂല. അല്ല ഇത് എങ്ങനെ ഈ വണ്ടിയുമ്പോ 250 കിലോ കൊണ്ടുപോവുക? ഞാൻ ഈ വണ്ടിയിലല്ല, അതൊക്കെ ഞാൻ നാളെ കൊണ്ടുപോകും. അന്ന് എന്നിട്ട് നാളെ ഒരു കാര്യം ചെയ്യും. നമ്മൾ ആ ജംഗ്ഷൻ അല്ലേ അപ്പത്തെ ഇവിടെ തോട്ടത്തിന്റെ അടുത്തുള്ള ജംഗ്ഷൻ? ഏത് തോട്ടം? അവിടെ തോട്ടം, റബ്ബർ തോട്ടം. മനസ്സിലായി. ആ ജംഗ്ഷനിക്ക് വന്നാ മതി, ഞാൻ കാണിച്ചു തരാം. പക്ഷെ വേറെ കാര്യമുണ്ട്, പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. നൂറെ ഞാൻ നാളെ നാളെ പറ്റൂല. കൊണ്ടോ പൈസ കൊണ്ടോ? ഞാൻ പൈസ കൊണ്ടോ? 500 പോരാ. പോരാ. 1000 ഉറുപ്പിക ഓക്കെ ഓക്കെ റെഡി. അപ്പൊ നാളെ ജംഗ്ഷനിക്ക് വന്നോ, 250 കിലോ ഇരുമ്പ്. ഓക്കെ കാണട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഉണ്ണി കിട്ടാ? ഒരു കാര്യണ്ട്. എന്തേ? 5000 വേണം.
5000. മുതലാളി ഒരു ഗുണല്ല കാര്യമാണ്. ഈ ഉണ്ണിക്കുട്ടന് വിശ്വാസം ഉണ്ടെങ്കിൽ 5000 റുപ്യ തരും. 1250 വരെ ഇരുമ്പ് കിട്ടാണ്ട്. 5000 അന്നെ വിശ്വസിച്ചാണ്ട് ഞാൻ തരിക. കള്ളും കുടിച്ച് കിടക്കണ എനക്ക് ഇത് രാവിലെ തന്നെ കളിക്കാതെ പോയിക്ക. മുതലാളി കളിയല്ല ഞാൻ പറയുന്ന കാര്യ. 250 ഇരുമ്പുണ്ട്, വാണെങ്കിൽ മതി. 5000 റുപ്യക്ക് വേണം. 250 വരുമ്പോ കളിക്കല്ലേ കാര്യം പറയും. കളിയല്ല മുതലാളിന്റെ കാര്യം. 250 ഇരുമ്പ് കിട്ടാണ്ട് പൈസ തരും. ഞാൻ സാധനം ഇവിടെ നാളെ എത്തിക്കും. സാധനം ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ വിവരം അറിയും. എന്താണ് ഈ ഉണ്ണിക്കുട്ടൻ വിശ്വാസല്ലേ മുതലാളിക്ക്? എന്റെ പഴയ കളിയാവില്ല. ഞാൻ അങ്ങോട്ട് തെരഞ്ഞു വരും. ബാറിലാണെങ്കിൽ അങ്ങോട്ട് വരും. ഞാൻ പൈസ എടുക്കും. പൈസ എടുക്കും. എത്തുമല്ലേ സാധനം? എത്തും. എന്റെ പഴയ കളിപ്പീരല്ലല്ലോ. ആ ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് എത്തും ഞാന്. ഇത് വെക്ക്. എത്ര എന്റെ വെക്ക് നീ. ഓക്കെ, നാളെ കാണാം. നാളെ ഇവിടെ എത്തണം. നാളെ ഇവിടെ സാധനം കൊണ്ട് ഞാൻ വരും. ഉണ്ണിക്കുട്ടൻ പറഞ്ഞ എന്ത് പണിയാവോ, കിട്ടിയാ മതിയായിരുന്നു. ഈ ചെങ്ങായി ഇത് എവിടെ പോയി കിടക്കാണ്? കാണില്ലല്ലോ. നൂറേ നേരെ അവിടെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി. കൊറേ നേരമായി. എന്നിട്ട് എനിക്ക് വെള്ളത്തിന് ദാഹിച്ചിട്ട് അപ്പുറത്ത് പോയി. അവിടെ പോയപ്പോ ഒരു വെള്ളം തന്നില്ല. നോമ്പാത്ര നോമ്പ്. പൊട്ടനാണ് പൊട്ടന്. ആദ്യം പൊട്ടനാണ്. അല്ല അപ്പൊ ഇമ്പു കൊണ്ടുപോകാനുള്ള വണ്ടി എവിടെ? അതൊക്കെ ബാക്കിൽ വരും. ഞാൻ കാണിച്ചു തന്നാ മതിയോ? ഈ കാണിച്ചു തന്നാ മതി. കാണിച്ചു തന്നിട്ട് പോയിക്കോ. എനിക്ക് കുറച്ച് വേറെ പരിപാടിന്റെ. എന്താ ഈ വർത്താനം കേട്ട ചൊറിഞ്ഞ് കേറും ഇങ്ങനെ വന്ന പിന്നെ. എവിടെ ചെങ്ങ എത്ര നേരമായി നടക്കണം? അപ്പൊ ഞാൻ വണ്ടി എന്റെ അടുത്ത് വന്നാ പോരെ? എവിടെ എത്തിക്കുന്നു? എവിടെ എത്തിക്കണം? എത്താനായില്ലേ? ഇതോ 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 ഇത് പിന്നെ ഇരുമ്പല്ലേ? ഇതോ ഇതൊക്കെ 250 മേലെ ഉണ്ടാവും ഇരുമ്പ്. എടാ പൊട്ട, ഇത് ഗവൺമെന്റ് ട്രാൻസ്ഫോമർ അല്ലേടാ പൊട്ട. ഇത് എന്ത് ട്രാൻസ്ഫോമർ? ഇതെന്നാടാ പൊട്ട എല്ലാവർക്കും കറണ്ട് പോണത്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? പോലീസ് ഉണ്ടാവൂലേ പൊട്ട നമ്മളെ? അതൊന്നും ഇത് ഇവിടെ എത്ര കാലം ഇങ്ങനെ കിടക്കണ്, ആരും എടുക്കാതെ. ഈ ഉണ്ണിക്കുട്ടന്റെ തനി സ്വഭാവം ഈ കാട്ടും. ചിലക്കാണ്ട് എന്റെ പൈസ കൊണ്ടാ വേറെ വർത്താനം ജിഞ്ഞു. അതൊന്നും പൈസ അഡ്വാൻസ് ഒന്നും ഞാൻ ആലോചിച്ച് പോയിട്ട് കുഴിമന്തി ബിരിയാണി പറ്റൂടോ പോട്ടെ. കുഴിമന്തി ഒക്കെ തിന്നേ. എന്റെ ദൈവമേ, ഞാണെങ്കിൽ ഇന്നലെ കടക്കാനത്ത് 5000 റുപ്യ അഡ്വാൻസ് മേടിച്ചല്ലേ? 100 അല്ലേ? അതൊന്നും എനിക്കറിയില്ലട്ടോ. ആർക്കറിയില്ലേ? എനിക്കറിയില്ല. പൈസ എടുത്താ ഇങ്ങനത്തെ പൈസ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് തിന്നു പൈസ ഒരു കൊല്ലം ഞാൻ ബാറിൽ കൂടാ വിചാരിച്ചാണ്. ഇപ്പൊ ഒരടി കിട്ടിയാണ്ടോ? അതിനൊന്നും എത്തിയില്ല.